ഹലോ ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ സെൻട്രൽ. അങ്ങനെ യുണൈറ്റഡിനൊരു 1-0 എന്നൊരു വിക്ടറി കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരു മാസീവ് 3 പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഉറക്കൊഴിച്ചത് കണ്ടത് എന്തായാലും യുണൈറ്റഡ് ഫാൻസിന് വെർത്തായി എന്ന് വേണമെങ്കിൽ പറയാം. കളി എത്ര രസമൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു വിജയം കിട്ടി എന്നുള്ളതാണ്. സോ എല്ലാം മാറ്റിമറിച്ചാണ് അമോറിം ടീമിനെ ഫസ്റ്റ് ഹാഫിൽ സെറ്റ് ചെയ്തത്. ഒരു 4-2-3-1 എന്നുള്ളൊരു രീതിയിലാണ് യുണൈറ്റഡ് കളിച്ചത്. ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഫോർമേഷനിൽ ഇയാൾ കളിപ്പിക്കുക എന്നുള്ളത്. ടീം എന്താണ് ഒരു ഡോമിനേറ്റ് വിജയമൊന്നും ആയിരുന്നില്ല, എന്നാൽ പോലും ഒരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം. ഡോർഗുവിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. കാരണം ആള് ഫസ്റ്റ് ഹാഫിൽ കളിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു വിങ്ങറായിട്ടാണ് ആള് കളിച്ചത്. സോ അത്രയും ടോപ്പായിട്ട് ആളെ ഡിഫെൻസീവിലും ടീമിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നന്നായിട്ട് തന്നെ ആള് ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ്. ഒരു ഗോൾ അടിച്ചു, ആ ടീമിനെ നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഒരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ഒരു വോളി എന്ന് വേണമെങ്കിൽ പറയാം. വോളിയാണ് അടിച്ചത്. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് കളിച്ചു. ആ ഒരു ഗോൾ നമ്മൾ കണ്ടതാണ്. എല്ലാവരും ഒരു വാവ് മൂമെന്റ് തന്നെയായിരുന്നു. സോ ഡോർഗു ടോട്ടലി ഡിഫെൻസീവിലിയും ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ പിന്നൊരു അധികം ഒരു മാസ്റ്റർ ക്ലാസ് എന്ന് പറയാൻ ലിസാൻഡ്രോൻ്റെ ആയിരുന്നു. പുള്ളിയുടെ ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാം ഇത്. ഡിഫെൻസീവ്ലി ആണെങ്കിലും ടീമിനെ നന്നായിട്ട് തന്നെ ആൾ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ആരെയും കടത്തിവിടാനൊന്നും ആൾ നോക്കുന്നുണ്ടായിരുന്നില്ല. ഡാലോട്ടിന് വെച്ചു കൊടുത്ത ആ പാസിലറിയാം ആളുടെ ഒരു ക്ലാസ് എന്താണെന്നുള്ളത്. പിന്നെ പറയേണ്ട ഒരു പേരാണ് ഹെയ്ഡൻ. ഹെയ്ഡൻ 1 മില്യൺ വന്ന പ്ലെയറാണ്. അതിൻ്റെ ഒരു പെർഫോമൻസ് അല്ല ആൾ കാഴ്ചവെച്ചേക്കണം എന്നുള്ളതാണ്. സോ ടോപ്പ് ക്ലാസ് ആയിരുന്നു. എന്താ പറയുക, ഡിഫെൻസീവിലും ബോൾ വെച്ച് നല്ലൊരു എന്താ പറയുക കൺട്രോളാണ്. ആൾക്ക് പ്രഷറൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ ആൾ മൂവ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. സോ ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു നിലവിൽ കാഴ്ചവെച്ചത്. എടുത്തു പറയേണ്ട കുറേ മൂമെന്റ്സിൽ ആൾ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താ പറയുക, ഇതുപോലെ ഒരു പ്ലെയർ കിട്ടിയത് ശരിക്കും യുണൈറ്റഡിന് ഒരു വെർത്താണെന്ന് തന്നെ പറയാം. കാരണം അധികം പേയ്മെന്റ് ഒന്നും കൊടുത്തില്ല. ആഴ്സണലിന്റെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആയിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നിസാര പേയ്മെന്റിനാണ് കൊണ്ടുവന്ന ആള്. ടോപ്പ് ക്ലാസ് ആണെന്ന് പറയാം. ഏരിയയിലാണെങ്കിൽ ടീമിന് വേണ്ടി നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലത്തെ ഒരു പ്ലെയറെ കിട്ടിയത് എന്തായാലും യുണൈറ്റഡിന് വെർത്ത് തന്നെയാണ്. കാരണം ആഴ്സണലിലെ അവർക്കൊരു എന്താ പറയാ പുതിയൊരു കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്താണ്. നമുക്കറിയാം ആർട്ടറ്റക്ക് നിലവിൽ ഫസ്റ്റ് ടീമിൽ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ താരം അവിടെ നിന്ന് പതിയെ പോരെയാണ് ചെയ്തത്. സോ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഈ ഒരു രണ്ടുപേരും എന്താ പറയാ അടുത്ത ഫ്യൂച്ചറാണ്. അവരുടെ പെർഫോമൻസ് തന്നെ കിടിലിനാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഉഗാർട്ടെ ആളുടെ കുറെ നാളത്തേക്ക് ശേഷം നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയാ അധികം മിസ്റ്റേക്കുകളൊന്നും ഇല്ലാണ്ട് തന്നെ ടീമിന് വേണ്ടി അത്യാവശ്യം പെർഫോമൻസ് നടത്തിയെന്നാണ്. ഈ ഒരു എന്താ പറയാ എന്താ ഒരു തരത്തിലും ആള് നമ്മളെ വെറുപ്പിച്ചില്ല. അത്യാവശ്യം കിടിലിനായിട്ട് തന്നെ കളിച്ചു എന്നുള്ളതാണ്. അത്യാവശ്യം ടീമിനെ ക്രിയേറ്റിവിറ്റി ആയിട്ടും ഡിഫെൻസീവ്ലി ആണ് കൂടുതൽ ആള് ഹെൽപ്പ് ചെയ്തതെന്ന് പറയാം. ഡിഫെൻസീവ്ലി ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു മൊത്തത്തിൽ. സോ കസമീരിനെ വലിച്ചതൊക്കെ നമ്മൾ കണ്ടാണ്. അപ്പം നമ്മൾ വിചാരിച്ചാണ് കയ്യിൽ നിന്ന് കുറച്ചൊക്കെ പോയായിരുന്നു, പക്ഷെ എന്നാലും ഉഗാട്ടെ അത്യാവശ്യം പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ്. അമോറിമിന്റെ കുറച്ച് പ്ലാനൊക്കെ എന്തായാലും വർക്കായിട്ടുണ്ട്. പിന്നെ മാത്യൂസ് കുന കിടിലം പ്ലെയർ തന്നെയാണ്. എന്താ പറയാ ഒരു ബാഡ്ജിനോട് 100% നീതി പുലർത്തി കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നെങ്കിൽ പറയാം. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആണ് ആൾ. ഡിഫെൻസീവ്ലിയും ഇപ്പോൾ ആളുടെ എന്താ പറയാ പെർഫോമൻസ് കിടിലം തന്നെയാണ്. ടീമിനെ നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സെനി ലെമിൻസ് ആളുടെ ഒരു ക്ലീൻ ഷീറ്റ് ആയിട്ടുണ്ട്. കിടിലം പെർഫോമൻസ് ആയിരുന്നു. അത്യാവശ്യം ആളുടെ സേവുകൾ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടാണ്. പിന്നെ ആളുടെ മൊത്തത്തിൽ നല്ല റിക്കവറിയും കാര്യങ്ങളും ഹൈ ബോളൊക്കെ ആൾ ക്ലെയിം ചെയ്യുന്നുണ്ട്. സോ ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു ആളുടെ. പിന്നെ ലൂക്ക് ഷോ ഇപ്പോൾ അങ്ങനെ ഇഞ്ചുറികളൊന്നും വന്നില്ല. ആൾ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ടീമിനെ ഒഫൻസീവിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡിഫെൻസീവിലും ആളൊരു മാസ്റ്റർ ക്ലാസ് തന്നെയാണ് നിലവിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജോയിലിൻ്റെണൊക്കെ വന്നായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവർക്ക് ചാൻസുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേയൊക്കെ യുണൈറ്റഡിന്റെ കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. ഈ ഒരു ചാൻസ് ഒക്കെ നമ്മൾ കണ്ടാണ് ഒരു ഹാൻഡ് ബോളിന് ക്ലെയിം ആയത്, പക്ഷെ അത് കിട്ടിയില്ല എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരു സെക്കൻഡ് ഹാഫിൽ ഈ ഒരു ചാൻസ് ഒക്കെ നമ്മൾ കണ്ടാണ്. ശരിക്കും ഫാൻസ് ഒന്ന് വിറച്ചിട്ടുണ്ടാവും എന്ന് പറയാം. കാരണം അതും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. സോ കുറേ തന്ത്രങ്ങളൊക്കെ പയറ്റി നോക്കി, സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ വന്നു, പക്ഷെ എന്നിട്ടും യുണൈറ്റഡ് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ലൂയിസ് ഹാളിന്റെ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു. ആളുടെ ഷോട്ടൊക്കെ ബാറി തട്ടി പോകണ്ടായിരുന്നു. സോ സെക്കൻഡ് ഹാഫ് അത്ര നല്ലതായിരുന്നില്ല യുണൈറ്റഡ് ഫാൻസിന്. നന്നായിട്ട് തന്നെ ന്യൂക്കാസിൽ കളിച്ചു. ഗോർഡന്റെ കിടിലം പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടാണ്.